സാഭിമാനം സാഹിത്യനഗരം. കോഴിക്കോടിനെ കോഴിക്കോടാക്കിയവരിൽ എഴുത്തുകാരും കലാസ്നേഹികളും രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരുമൊക്കെ ഉണ്ടായിരുന്നു. വിസ്മൃതിയിലാണ്ടുപോയ അവരിൽ പലരുടെയും ജീവിതരേഖയുടെ നേർക്കാഴ്ചയുമായി സ്മൃതി. കോഴിക്കോട്ടെ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യത്താൻ ഗോപാലനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കിയത് പത്രപ്രവർത്തകൻ KF ജോർജ്. മാനസിക രോഗികളെ ചികിത്സിക്കുന്നതിനോടൊപ്പം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും കടുത്ത പോരാട്ടം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടായിരുന്നു അദ്ദേഹം. നാടകം എഴുതി കേന്ദ്രത്തിലെ അന്തേവാസികളെ കൊണ്ട് അത് ടൗൺ ഹാളിൽ അവതരിപ്പിച്ചു. ചിത്തരോഗത്തിന് കാര്യമായി മരുന്നുകളില്ലാത്ത കാലമായിരുന്നു അത്. രോഗികളെ ചങ്ങലക്കിടുകയാണ് ഏക പോംവഴി. എന്നാൽ ഡോക്ടർ ഗോപാലൻ ആരെയും ചങ്ങലക്കിടാൻ അനുവദിച്ചില്ല. രോഗികൾക്ക് അവർക്കിഷ്ടമുള്ള ജോലികളിലൂടെയും കളികളിലൂടെയും മനസ്വാസ്ഥ്യം വീണ്ടെടുക്കുന്ന ആധുനിക രീതിയാണ് ഒരു നൂറ്റാണ്ടു മുമ്പ് അദ്ദേഹം പരീക്ഷിച്ചത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ അയ്യത്താൻ ചന്ദന്റെയും കല്ലായി ചിരുതമ്മാളുവിന്റെയും മകനായി 1861 മാർച്ച് 3 ജനിച്ച ഗോപാലൻ മദ്രാസ് മെഡിക്കൽ സ്കൂളിൽ നിന്ന് വൈദ്യപരീക്ഷ പാസായി. 1897 കുതിരവട്ടത്ത് ഡോക്ടറായി എത്തി. അദ്ദേഹം ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. രോഗികൾക്ക് നല്ല ഭക്ഷണം നൽകി. ആശുപത്രിക്ക് ചുറ്റുമുള്ള 28 ഏക്കർ സ്ഥലത്തെ കാടുതെളിച്ച് തെങ്ങിൻ തോട്ടവും പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും ഉണ്ടാക്കി. രോഗികളെ നോക്കാൻ അടുത്ത പ്രദേശങ്ങളിലേക്ക് കാളവണ്ടിയിൽ പോയിരുന്ന ഡോക്ടർ ഗോപാലനെക്കുറിച്ച് KP കേശവമേനോൻ സമകാലീനരായ ചില കേരളീയർ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ദീർഘകായനും പ്രസന്നവദനനുമായിരുന്ന അദ്ദേഹത്തിന്റെ പെരുമാറ്റം ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ സാമൂഹ്യ സേവനത്തെയും ആതുര സേവന രംഗത്തെ പ്രാഗൽഭ്യത്തെയും അംഗീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് റാവു സാഹിബ് പട്ടം നൽകി. ബ്രഹ്മസമാജ ആദർശങ്ങളിലും രാജാറാം മോഹൻ റായിയുടെ ജീവിതത്തിലും ആകൃഷ്ടനായ അദ്ദേഹം 1898 ജനുവരി 14 ബ്രഹ്മസമാജം ശാഖ സ്ഥാപിച്ചു. ബ്രഹ്മസമാജം കേന്ദ്രമാക്കി ഡോക്ടർ ഗോപാലൻ ഐത്തോച്ചാടനം, അധകൃത വിദ്യാഭ്യാസം, മിശ്രവിവാഹം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണങ്ങളിൽ ശ്രദ്ധിച്ചു. യോഗയും കളരിയും ചെറുപ്പത്തിൽ അഭ്യസിച്ചിരുന്ന ഡോക്ടർ ഗോപാലൻ മലബാറിലെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളിലെല്ലാം മുൻനിരയിലുണ്ടായിരുന്നു. അധകൃതർക്ക് വഴിനടക്കാൻ അനുവാദമില്ലാതിരുന്ന തളീക്ഷേത്രം റോഡിലൂടെ നടന്ന് റോഡ് തുറന്നുകൊടുത്തതിന്റെ മുൻനിരയിൽ ഡോക്ടർ ഗോപാലനുമുണ്ടായിരുന്നു. 1948 മെയ് 2 ഡോക്ടർ ഗോപാലൻ അന്തരിച്ചു. പിതാവിന്റെ സ്മരണയ്ക്ക് മകനും മുൻ MLAയുമായിരുന്ന ബാലഗോപാലൻ സ്ഥാപിച്ച സ്കൂളാണ് ഡോക്ടർ അയ്യത്താൻ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. കോഴിക്കോടിന് സാഹിത്യനഗര പദവി കിട്ടിയതിനു പിന്നിൽ ഒരുപാട് പേരുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. കോഴിക്കോട് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആവാസ കേന്ദ്രമാണ്. എഴുത്തുകാരനായ UK കുമാരൻ. സാഹിത്യത്തോടും മറ്റു കലകളോടും ഇത്രത്തോളം ആത്മനിഷ്ഠമായ ഭാവം പുലർത്തുന്ന നഗരം കേരളത്തിൽ കോഴിക്കോട് പോലെ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോഴിക്കോട് സാഹിത്യ കലാപ്രവർത്തനങ്ങളെ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ നോവൽ പിറന്നത് കോഴിക്കോടാണ്. അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. ഒരുപക്ഷെ കഥകളിയുടെ ആദ്യ രൂപമായ കൃഷ്ണനാട്ടം പിറന്നതും കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം പുറത്തിറങ്ങിയതും കോഴിക്കോടാണ്. കേരളത്തിന്റെ മറ്റു പലയിടത്തും പ്രവർത്തിച്ചിരുന്ന പല എഴുത്തുകാരും കലാകാരന്മാരും കോഴിക്കോട് കേന്ദ്രീകരിക്കാൻ നിമിത്തമായതും ഈ ഒരു സമീപനം കൊണ്ടായിരിക്കാം. കോഴിക്കോട് എങ്ങനെയോ കലകളെ ആ ഇടത്തേക്ക് ആകർഷിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരുപക്ഷെ അതിന്റെയൊക്കെ ആത്യന്തികമായ അംഗീകാരമായിരിക്കാം കോഴിക്കോടിന് അടുത്ത കാലത്ത് ലഭിച്ച യുനെസ്കോ പദവി എന്നും ഞാൻ വിശ്വസിക്കുന്നു. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.